പഴയൊരു വുഡൻ ബോർഡിൽ നമ്മൾ പെയിൻറ് ചെയ്തെടുക്കാൻ പോവുകയാണ്. വെറുതെ കിടന്നൊരു വുഡൻ ബോർഡാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പെയിൻറ് ചെയ്ത് വെക്കാം. ഈ വുഡൻ ബോർഡിന് പെയിൻറ് ചെയ്യാനും ആക്രിലിക് പെയിൻ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ആക്രിലിക് പെയിൻറ് ഇങ്ങനെ ഒരു വേസ്റ്റ് ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് എങ്ങനെയൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ സ്പോഞ്ച് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സ്പോഞ്ച് ബ്രഷൊക്കെ അവൈലബിൾ ആണ്, അതുണ്ടെങ്കിൽ ഈ ആക്രിലിക് പെയിൻറ് സ്പോഞ്ച് കൊണ്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ ബ്രഷ് യൂസ് ചെയ്ത് പെയിൻറ് ചെയ്താലും മതി. ഇപ്പം പെയിൻറ്റിങ് കഴിഞ്ഞു. ഒരു കോട്ടേ പെയിൻറ് ചെയ്തിട്ടുള്ളൂ. ഈ വുഡൻ പെയിൻറ്റിന് ഇപ്പോൾ ആക്രിലിക് പെയിൻ്റ് എല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് സ്പ്രേ പെയിൻറ് യൂസ് ചെയ്തും പെയിൻറ് ചെയ്യാം. ഇനി നമുക്കിതിൽ ഡിസൈൻ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ പെൻസിൽ യൂസ് ചെയ്താണ് ഡിസൈൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ട്രേസിങ് പേപ്പറൊക്കെ വെച്ച് വേണമെങ്കിൽ വരയ്ക്കാം. ജസ്റ്റ് ഒരു ഫ്രീ ഹാൻഡ് ഡിസൈൻ വരച്ചു കൊടുക്കാം. പെൻസിൽ ഡ്രോയിങ് കഴിഞ്ഞു. 2-3 വെറൈറ്റി ഫ്ലവേഴ്സും കുറച്ച് ലീവ്സും ഒക്കെയാണ് വരച്ചു കൊടുത്തത്. ഇനി നമുക്ക് ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്ത് പെയിൻറ് ചെയ്യാം. ഇപ്പോൾ വരച്ച എല്ലാത്തിനും ഒരു ബ്ലാക്ക് ഔട്ട്ലൈൻ കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് അത് ചെയ്യാം. ബ്ലാക്ക് ആക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഈ ഗ്യാപ്പിലൊക്കെ നമുക്കൊരു സ്പൈറൽ ഡിസൈൻ വരച്ചു കൊടുക്കാം. അപ്പോൾ ഡിസൈനൊക്കെ ഒന്നും കൂടി ഫില്ലായ പോലെ തോന്നും. ഗ്യാപ്പ് അധികം ഉണ്ടാവില്ല. ഇനി മാർക്കർ യൂസ് ചെയ്ത് നമുക്കിതിൽ വരച്ചെടുത്തതിൻ്റെ മുകളിലൂടെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കാം. എല്ലാത്തിനും തിക്കായിട്ടുള്ള ബോർഡർ അത്ര ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് കുറച്ചൊരു തിന്നായിട്ടുള്ള ബോർഡറിന് വേണ്ടിയിട്ട് ഞാൻ മാർക്കറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ വുഡൻ ബോർഡ് പെയിൻറ്റിങ് കംപ്ലീറ്റ് ആയി. താങ്ക് യു.